ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വന്ന അലീനയെ കണ്ട് അലീനയെ വെല്ലുവിളിച്ച് വൈജയന്തി ഇങ്ങനെ നിൽക്കുവാണ്. ഈ വീട്ടിൽ ഞാനോ നീയോ നമ്മളിൽ ആരെങ്കിലും ഒരാൾ മതി, രണ്ടുപേരും കൂടി വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അതും പറഞ്ഞ് വൈജയാണെങ്കിൽ അലീനയെ പേടിപ്പിക്കുക കേട്ടോ. അലീനയാണെങ്കിൽ പാവം ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് മോള് നേരെ അമ്മയുടെ അരികിൽ നിന്ന് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് ബാലനോട് ഇങ്ങനെ വൈജയന്തി എന്ന് പറയുന്ന അമ്മയെ എല്ലാവരും കൂടെ പൊട്ടം കളിപ്പിക്കുന്നതിനെ പറ്റിയും അതുപോലെ പാവം അതെന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഓഹോ, അമ്മ പാവം, അപ്പോൾ അവൾ എന്നോട് ചെയ്തതൊന്നും ഒരു വിഷയമല്ലല്ലേ എന്ന് ബാലൻ തിരിച്ച് അലീനയോട് ചോദിക്കുക. എല്ലാവരും കൂടി ചേർന്ന് അതിന് എന്തോരാ പൊട്ടം കളിപ്പിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് കേട്ടപ്പോൾ ബാലന് ഭയങ്കര ദേഷ്യം വന്നു അലീനയോട്. ഞാൻ അനുഭവിച്ചതിനും അല്ലെങ്കിൽ ഞാൻ കരഞ്ഞു തീർത്തതിനും അതിനൊന്നും ഒരു കയ്യും കണക്കും ഇല്ലേ എന്നൊക്കെ ബാലൻ ഇങ്ങനെ അലീനയോട് ചോദിക്കുക. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടം. ആരുടെ കൂടെ നിൽക്കണം ഇതൊന്നും അലീനയ്ക്ക് അറിയില്ല. ഒരു വശത്ത് അമ്മ, മറുവശത്ത് തനിക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തി നിൽക്കുന്ന അച്ഛൻ. അപ്പം ഞാൻ ഒരിക്കലും അച്ഛനെ കുറ്റം പറഞ്ഞതല്ല എന്ന് അലീന ബാലനോട് പറയുക. അമ്മയുടെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം. എനിക്ക് നിന്നെ മനസ്സിലാകും മോളെ, നിനക്ക് എത്രയൊക്കെ ആണെങ്കിലും നിൻ്റെ അമ്മയെ കളയാൻ പറ്റില്ലെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ പറയുമ്പോൾ അത് അങ്ങനെയൊന്നും പറയല്ലേ അച്ഛാന്ന് പറഞ്ഞു. എനിക്കെല്ലാവരും വേണം, ഈ വീട്ടിലെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് അതിനപ്പുറം വേറെ ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ നിൻ്റെ അമ്മ ഒരിക്കലും നിന്നെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ എന്നെ അംഗീകരിക്കാനോ തയ്യാറാവില്ല. ഇപ്പോൾ നീ എൻ്റെ മകളാണെന്നുള്ളൊരു കഥ കൂടി അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇന്ന് വരെ കണ്ട വൈജയ ആയിരിക്കില്ല നാളെ മുതൽ നമ്മൾ കാണേണ്ടി വരിക എന്ന് ബാലൻ അലീനയോട് പറയുക. അതുകൊണ്ട് അതും നീ പ്രതീക്ഷിച്ച് വേണം നിൽക്കാൻ. അവൾ എന്തും ചെയ്യാൻ മടിക്കില്ല. കാരണം നീ എൻ്റെ മകളാണ് എന്നുള്ളൊരു ധാരണയിൽ ചിലപ്പോൾ നിന്നെ അപായപ്പെടുത്താൻ പോലും അവൾ ശ്രമിക്കും. അത്രത്തോളം പക നിന്നോടും എന്നോടും അവൾക്കുണ്ടെന്നുള്ള കാര്യമൊക്കെ അലീനയോട് ബാലൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി അത് സത്യമാണ്. അങ്ങനെ ഒരു മൈൻഡിലാണ് അമ്മ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ അലീന അതും മനസ്സിലാക്കി ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് അലീന താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ വൈജയ് ഇങ്ങനെ നിൽപ്പുണ്ട്. കണ്ടോടി നിൻ്റെ അച്ഛനും മോളും കൂടി അടുത്തത് എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടേണ്ടതെന്ന് പ്ലാൻ ചെയ്തോടി എന്ന് ചോദിച്ചു. അലീന അതിനൊന്നും മിണ്ടിയില്ല. കാര്യം അറിയാതെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, എന്തിനാ ഇങ്ങനെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മേഡം എന്ന് ചോദിക്കുമ്പം ആരാടി ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്, എന്നെ ചതിച്ച് എൻ്റെ ജീവിതം പെരുവഴിയിലാക്കിയിട്ട് ഓളിൽ നിന്ന് തത്വം വിളമ്പുന്നു എന്നും ചോദിച്ചുകൊണ്ട് അലീന കുറേ അതൂതം പറഞ്ഞിട്ട് മുറിയിലേക്ക് പോയി. ഈ വൈജ മുറിയിലേക്ക് പോയി അവിടെ ചെന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് ഡ്രസ്സ് മാറിയിട്ട് ബാലനോട് ചോദിക്കാൻ വരാൻ പാകത്തിന് അങ്ങനെ ഇരിക്കാം. വൈജി എപ്പോൾ വരും, എങ്ങനെ വരും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ അല്ലെങ്കിൽ ആ ഒരു വൈജയെ പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മുടെ ബാലൻ റൂമിലിരിക്കുന്നത്. ബാലൻ അറിയാം ഇത് ചില്ലറ വരവൊന്നും ആയിരിക്കില്ല വരാൻ പോകുന്നതെന്ന്. ആ സമയത്ത് ഭയങ്കര പേടിയോടും ഭയത്തോടും സർവ്വദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥനയോടും കൂടി നമ്മുടെ അലീന ഇങ്ങനെ അവിടെ നിൽക്കുക. വൈജി അന്നേരവും ശിവേട്ടൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുവാണ്. ഇങ്ങനെ അത് തന്നെ ആലോചിച്ച് ആ ശാത്തി ഇങ്ങനെ ഭയങ്കര ഇതിൽ വൈലൻ്റ് ആയിക്കൊണ്ടിരിക്കുക. ഓരോ സെക്കൻഡും വൈജയന്തി വൈലൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈജയന്തിയുടെ വയലൻസും അതുപോലെ തന്നെ അലീനയുടെ സൈലൻസും മൊത്തത്തിൽ ആ വീട് ഒരു എന്താ പറയുന്ന ഒരു നെഗറ്റീവ് എനർജി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ബാലൻ എന്നിട്ട് മുറിയിൽ ഇരിക്കുമ്പോൾ വൈജ രണ്ടും കൽപ്പിച്ചു. ബാലനോട് ഇത് ചോദ്യം ചെയ്തിട്ടേ ഉള്ളൂ, തനിക്കിതിനുള്ള ഉത്തരം കിട്ടിയേ പറ്റൂ എന്നുള്ള വാശിയോടുകൂടി നേരെ ബാലൻ്റെ റൂമിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ബാലൻ അവിടെ ഇരിക്കുമ്പോൾ വാതിലൊക്കെ ഇങ്ങനെ തുറന്നു കിടപ്പുണ്ട്. വൈജ ചെന്നിട്ട് ബാലനെ കുറേ നേരം ഇങ്ങനെ തുറിച്ചിങ്ങനെ അങ്ങ് നോക്കി ഇങ്ങനെ നിന്നപ്പോൾ ബാലൻ പ്രത്യേകിച്ച് ഒരു ഇതും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. കാരണം വൈജയുടെ മുന്നിൽ ചൂളി പോകരുതെന്നുള്ള ഒരു ഇതോടു കൂടി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ വൈജ മുകളിലോട്ട് കയറി പോകുന്നത് നമ്മുടെ അലീന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അലീനയ്ക്ക് അതിനേക്കാളും ഇരട്ടി പേടിയായി. അങ്ങനെ അലീന പേടിച്ചു വിറച്ച് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് വൈജ മുറിയിലേക്ക് കയറി ചെന്നിട്ട് ബാലനോട് ഇത്രയും കാലം നിങ്ങളെന്നെ ചതിക്കായിരുന്നല്ലേ എന്ന് ചോദിച്ചു. ബാലൻ അതിനൊന്നും മിണ്ടിയില്ല. അപ്പോൾ കണ്ട ഏതോ ഒരുത്തിയുടെ കൂടെ അഴിഞ്ഞാടി നടന്നിട്ട് എങ്ങൊന്നും ഒരുത്തിയേയും കിട്ടാതായപ്പോഴാണ് നിങ്ങൾ എനിക്ക് വേണ്ടി എൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് മുട്ടിയതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അങ്ങനെ വായി തോന്നിയത് ഗോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ അശ്ലീല വാക്കുകളും അതും ഇതും ഒക്കെ ആയിട്ട് വൈജ അങ്ങ് നിന്നങ്ങോട്ട് പ്രസംഗം അങ്ങ് തുടങ്ങിയിട്ട് ബാലനെ
ശരിക്കും അടിച്ചിരുത്തുന്ന രീതിയിൽ സംസാരിക്കുക. ഇത്രയെല്ലാം വൈജി അവിടെ കിടന്ന് ബാലനെ അപകീർത്തിപ്പെടുത്തിയിട്ടും അവഹേളിച്ചിട്ടും അപമാനിച്ചിട്ടും ബാലനൊന്നും മിണ്ടിയില്ല. നിങ്ങളെ എനിക്ക് അറപ്പാണ്, നിങ്ങളെ എനിക്ക് വെറുപ്പാണെന്നൊക്കെ പറഞ്ഞ് വൈജ കിടന്ന് പറയാം. കണ്ടവളുമാരുടെ കൂടെ അഴിഞ്ഞാടി നടന്ന് അതിലൊരു കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഭയങ്കര ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കി നിങ്ങൾ സ്വന്തം മകളെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തന്നെ എത്തിച്ചു. അവളെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് മാത്രമല്ല, എന്നിട്ട് എന്തെല്ലാം അഭിനയങ്ങൾ നിങ്ങളിവിടെ കാഴ്ചവെച്ചു. പറയാവുന്നതും പറയാൻ പാടില്ലാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ വൈജി ഇങ്ങനെ ബാലനോട് പറയുക. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ 10-22 കൊല്ലമായിട്ട് നിങ്ങൾ എന്നെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിന്നിങ്ങനെ പറയുമ്പം ഈ 22 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ തിരിഞ്ഞൊന്നും ചിന്തിച്ചു നോക്ക്, ആരാരെയാണ് ഏറ്റവും കൂടുതൽ പറ്റിച്ചിട്ടുള്ളതെന്ന്. ആ കണക്കെടുത്ത് നോക്കിയാലേ ആ സമയത്ത് അതിനുള്ള ഉത്തരം നിനക്ക് കിട്ടും വൈജേ എന്ന് പറയുക. എന്തായാലും നിങ്ങളുടെ അവിഹിത സന്തതിയും ഞാനും കൂടി ഈ വീട്ടിൽ ഒരുമിച്ച് വേണ്ട, രണ്ടിലൊരാൾ മതി ഇവിടെ. ഞാൻ പോയാലും ഞാൻ ചത്താലും നിങ്ങളുടെ മകളെ കളയില്ലെന്നൊക്കെ എനിക്ക് അറിയാമെന്ന് വൈജ പറയുമ്പം അത് നീ പറഞ്ഞത് സത്യമാണ്. നീ പോണമെന്നൊന്നും ഞാൻ പറയില്ല വൈജേ, പക്ഷെ നീ പോയാലും എൻ്റെ മകളെ ഞാൻ ഉപേക്ഷിക്കില്ല. എൻ്റെ മരണം വരെ എൻ്റെ മകൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അതിൽ നിനക്ക് സംശയം വേണ്ടാന്ന് പറഞ്ഞു. നിൻ്റെ തീരുമാനം എന്താണോ അതനുസരിച്ച് നിനക്ക് ചെയ്യാം. പോവുകയോ നിൽക്കുകയോ എന്താണോ അതൊക്കെ നിൻ്റെ ഇഷ്ടമാണ്. ഞാനൊരിക്കലും നിന്നെ തടയില്ല എന്നും പറയുക. ബാലൻ അന്നേരം വൈജയുടെ മുഖത്ത് നോക്കുന്നില്ല. വൈജയുടെ മുഖത്ത് നോക്കാനോ വൈജയോട് നല്ല രീതിക്ക് സംസാരിക്കാനോ ബാലനെ കൊണ്ട് സാധിക്കുന്നില്ല. ബാലനാണെങ്കിൽ അതൊന്നും ചെയ്യുന്നതുമില്ല. ബാലന് പറയാനുള്ള കാര്യങ്ങൾ ബാലൻ കൃത്യമായിട്ട് തന്നെ പറയുന്നു. ബാലന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ബാലൻ വൈജയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു, ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം. ഇതെല്ലാം കേട്ടപ്പോൾ ബാലൻ ഒരിക്കലും തിരിഞ്ഞ് ചിന്തിക്കില്ല എന്നും ഒരിക്കലും മാറില്ല എന്നും വൈജയ്ക്ക് മനസ്സിലായി. നിങ്ങളുടെ അപഹിത മകളുടെ കൂടെ ഞാനിനി ജീവിക്കില്ല. ഇനി എന്നെ പറഞ്ഞു വിട്ടിട്ട് അവളുടെ തള്ളയെയും കൂടെ നീ വിളിച്ചുകൊണ്ട് വാ, ഇവിടെ കൊണ്ടൊന്ന് പൊറപ്പിക്കുക, നീയൊക്കെ സുഖമായിട്ട് ഇവിടെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജ ഇങ്ങനെ ചുമ്മാ കിടന്ന് ഇങ്ങനെ അതും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പം ബാലനാണെങ്കിൽ ഒന്നും മിണ്ടാതെ കുറേയൊക്കെ പ്രതിരോധിച്ച് നിൽക്കാൻ ശ്രമിച്ചെങ്കിലും വൈജയുടെ നാവിനോളം എത്തുന്നില്ല ബാലന് അങ്ങനെ നിന്ന് വൈജയുടെ മുന്നിൽ സംസാരിക്കാൻ പോലുമുള്ള മനസ്സില്ല. അങ്ങനെ ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ കുറേ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് വൈജ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വൈജ ഇറങ്ങി ചെല്ലുമ്പോൾ അലീന ഇങ്ങനെ നിൽപ്പുണ്ട് അവിടെ. വൈജ അലീനയെ കണ്ടപ്പോഴത്തേക്കും പിടിച്ചങ്ങ് ഇറങ്ങി വന്നു. നീ സന്തോഷിക്കടി, നീയും നിന്റെ തന്തയും കൂടി ഇവിടെ സുഖമായിട്ട് ജീവിക്കടി എന്നും പറഞ്ഞു. ഇനി എന്തായാലും വൈജ ഈ വീട്ടിലുണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് വൈജ ഇങ്ങനെ പറയാം. അതും പറഞ്ഞു വൈജ മുറിയിലേക്ക് ചെന്ന് വാതിൽ കൊട്ടി അടച്ചപ്പോഴത്തേക്കും മക്കൾ അങ്ങോട്ടേക്ക് വന്നു. മക്കളും വന്നിട്ട് ഇതെല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ നിൽക്കുക. മക്കൾ കാണുന്നുണ്ടെങ്കിൽ ആകെ ഭയങ്കര ഒരു പേടിയോ ഭയമോ ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴും അലീനയോടുള്ള വെറുപ്പും വിദ്വേഷവും അതങ്ങനെ തന്നെ നിൽക്കുന്നത്. വൈജ മുറിയിലേക്ക് ചെന്ന് കയറിയിട്ട് മുറിയുടെ വാതിൽ വലിച്ചടച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ അലീന ഇവിടെ ഭയങ്കര പേടിയോട് നിൽക്കുകയാണ്. അലീന എന്നിട്ട് ഓടി അച്ഛൻ്റെ അടുത്തേക്ക് ചെയ്യുന്നു. എന്താ അച്ഛാ ഇവിടെ നിന്ന് ചോദിക്കുമ്പോഴേക്കും അവൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം അവൾ വന്ന് ചോദിച്ചു. ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവൾ ഇറങ്ങി അമ്മതേ മുറിയിൽ കയറി വാതിൽ അടച്ചിരിക്കുകയാണെന്നും അമ്മ മിക്കവാറും ഇവിടെ നിന്ന് ഇറങ്ങി പോകാനുള്ള എല്ലാ വഴിയുണ്ടെന്ന് പറയും. പോവുകയാണെങ്കിൽ അവളങ്ങ് പോട്ടെ, പോയാൽ അവൾ എവിടം വരെ പോകും. അവളിവിടെ നിൽക്കണമെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് അവൾ പറയണതെന്ന് ബാലൻ പറയുമ്പോൾ ഞാനിവിടുന്ന് പോയിക്കോളാം അച്ഛാ, ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം, അമ്മ എവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള ഇതുണ്ടാവരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ അച്ഛൻ്റെ കാല് പിടിച്ചിങ്ങനെ സംസാരിക്കുക. നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ബാലൻ അന്നേരം അലീനയോട് ഇങ്ങനെ ചോദിച്ചു. എന്നിട്ട് പിന്നെ അലീനയെ ആകെ നിസ്സഹായതയോടുകൂടി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും വൈജ കയറി വാതിൽ അടച്ചിരുന്നല്ലോ, ഡ്രസ്സൊക്കെ സാരിയൊക്കെ കൊടുത്ത് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ബബിതയൊക്കെ ചെയ്യും, അമ്മ ഇത് എവിടെ പോവും അമ്മയെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ആരോടും ഒന്നും മിണ്ടാതെ ചെന്നു വാതിലും ഇങ്ങനെ വലിച്ച് തുറക്കുന്നു. വാതിൽ തുറന്നിറങ്ങി പോകാൻ നോക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ബാലനും അലീനയും ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ബാലൻ ബാൽക്കണിയുടെ അവിടെ വന്നു. വൈജ എന്നിട്ട് ഇറങ്ങിച്ചെന്നു. വണ്ടിയിൽ കയറാൻ നേരത്തെ വീടും പരിസരവും അതുപോലെ ബാൽക്കണിയിലേക്കൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ എല്ലാവരെയും ഉപേക്ഷിച്ച് വൈജ ഇറങ്ങി പോവല്ലേ. അപ്പോൾ വൈജ അങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണയ്ക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഇത് വന്നിട്ട് ഓടിച്ചെന്ന് അച്ഛനോട് പറയുകയാണ് അമ്മ പോയി എന്നുള്ള കാര്യം. അത് കേട്ടിട്ടും ബാലന് പ്രത്യേകിച്ച് കൂസലും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ബാലൻ വിചാരിക്കുന്നത് വൈജയുടെ വീട്ടിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് വൈജ വീട്ടിൽ നിന്നും തന്നിഷ്ടത്തിന് തോന്നിവാസത്തിനെന്ന് പറയാം ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ വൈജ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വീടൊരു മരണ വീടിന് തുല്യമായി. എല്ലാവരും ഇങ്ങനെ വെപ്രാളം കയറി ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുക.
ആ സമയത്ത് വൈജ വണ്ടി ഓടിച്ച് പോവാട്ടോ. വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് വൈജയുടെ മനസ്സിലേക്ക് പല പല ചോദ്യങ്ങളും ഉത്തരങ്ങളെല്ലാം കൂടി ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കയറി വരുന്നു. ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ മൈൻഡ് സ്വയം കൺട്രോളിലേ അല്ല. വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പം വണ്ടി പോലും വൈജയുടെ കയ്യിൽ നിൽക്കുന്നില്ല. ശിവേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ അലീന പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ തന്നെ ബാലൻ പറഞ്ഞ കാര്യങ്ങൾ, എല്ലാവരും പറഞ്ഞ കാര്യങ്ങളെ പറ്റി ആലോചിച്ച് തല പുകഞ്ഞ് വണ്ടി ഓടിച്ച് വണ്ടി കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞാൽ ബ്രേക്ക് പോലും ചവിട്ടിയിട്ട് കിട്ടുന്നില്ല. അങ്ങനെ റോട്ടിൽ കിടന്ന് ശരിക്കും കുറേ അഭ്യാസം നമ്മുടെ വൈജ കാണിച്ചു ആ വണ്ടിയുമായിട്ട്. കാരണം വണ്ടി കയ്യിൽ നിൽക്കുന്നില്ല, ഒരിടത്ത് കൊണ്ടുവന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. മറ്റു വണ്ടികൾ ഇടിക്കാൻ പോകുന്നു, വളച്ചും പൊളച്ചും ഒക്കെ ഇങ്ങനെ എടുക്കുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി റോഡും അതുപോലെ ഇതെല്ലാം മറന്ന് ഇങ്ങനെ അങ്ങ് പരക്കം പായുന്ന രീതിയിൽ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. പിന്നെ വണ്ടി ഇതിലെല്ലാം കയറി വട്ടം കറങ്ങി ഓടിച്ച് മറ്റു വണ്ടികളെ ഇടിക്കാനൊക്കെ ശ്രമിച്ച് വെട്ടിച്ച് ഒരു രീതിയിൽ വൈജി എങ്ങനെയൊക്കെയോ വണ്ടി നേരെ കൊണ്ടുവന്ന് അപ്പോഴത്തേക്കും വൈജയുടെ കയ്യിൽ നിന്ന് സ്റ്റിയറിങ് വരെ പോയി. എങ്ങനെയൊക്കെയോ വൈജയുടെ കയ്യിൽ നിന്നും വണ്ടി തെന്നിപ്പോയി. വണ്ടി മറിഞ്ഞെന്ന് പറഞ്ഞാൽ നേരെ എടുത്തടിച്ച് വട്ടം മറിഞ്ഞു. ഭയങ്കര സൗണ്ടും ഭയങ്കര ഇതായിട്ട് വൈജയുടെ വണ്ടി തകർന്ന് തരിപ്പണമായി. അപ്പോഴേക്കും പിന്നെ നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി. പിന്നെ നാട്ടുകാരെല്ലാവരും കൂടി ഫയർഫോഴ്സിനെ വിളിച്ചു. വണ്ടി ഇങ്ങനെ നേരെ മറിഞ്ഞു കിടക്കും, അതിനകത്താണ് വൈജ. അങ്ങനെ ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് വന്ന് ആംബുലൻസ് വന്ന് വൈജയെ വണ്ടിയിൽ നിന്ന്, അതായത് ആ വണ്ടി മറിഞ്ഞു കിടന്ന വണ്ടി നേരെയാക്കി ആ വണ്ടിയിൽ നിന്ന് വൈജയെ എടുത്ത് ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ വൈജയുടെ മരണമാണോ ഇനി വൈജ വേറൊരാളായിട്ട് തിരിച്ച് തലയ്ക്കാണ് ക്ഷതമേറ്റിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇനി വൈജയുടെ ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര ഭയാനകമായിട്ടുള്ളൊരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഇത് വീട്ടുകാരെ എല്ലാവരെയും അറിയിക്കുമല്ലോ. എല്ലാവരും ചാടി ഓടി എഴുന്നേറ്റ്, നമ്മുടെ അർദ്ധരാത്രി നേരത്തെ ഇതൊക്കെ സംഭവിക്കുന്നത്. എല്ലാവരും ഉറക്കം പിടിച്ചിട്ടുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന എല്ലാവരെയും വിളിച്ചെഴുന്നേൽപ്പിച്ച് സംഭവങ്ങളെല്ലാം ഭയങ്കര ഇതാക്കി എല്ലാവരും ഓടി വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അലീനയ്ക്ക് ഒരു ചാൻസും കൂടി ഉണ്ട്, ഇങ്ങനെ കിടക്കുന്ന വൈജയെ സംരക്ഷിക്കുക എന്നുള്ളൊരിത്. അതല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അലീന ബാലചന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടതായിട്ടുള്ള വരുന്ന അവസ്ഥ. അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ എപ്പിസോഡ് വരാനിരിപ്പുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് കേട്ടോ. എന്തായാലും പ്രവചനാതീതമായ മുഹൂർത്തങ്ങൾ നിറച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വരാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് നമ്മുടെ എപ്പിസോഡുകൾ എത്തുന്നതായിരിക്കും. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ടാറ്റാ.